അർജന്റീന കളിച്ച് ജയിച്ചത് ചെറിയൊരു ടീമിനോടല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അർജന്റീനക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ ഫാൻസും ആദ്യം പറയുന്നത് ഫിഫ റാങ്കിങ്ങിനെ കുറിച്ചാണ്. അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെക്കാളും കുറഞ്ഞ റാങ്കുള്ളവര് ചിലവര് വേൾഡ് കപ്പ് പോലും കളിക്കുന്നില്ല. കളിച്ചവരൊക്കെ നേരത്തെ തന്നെ പുറത്തു പോവുകയും ചെയ്തു. അർജന്റീനക്ക് ഈ മത്സരം ഭയങ്കര ടൈറ്റ് ആവാനുള്ള ഒരു ഒന്നാമത്തെ കാരണം കേപ്പ് വെറുതെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഡിഫൻസീവ് ലൈനാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. സാധാരണ ടീമുകൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും ഏകദേശം 8 മുതൽ 9 മീറ്റർ കൂടെ ഡീപ്പായിട്ടാണ് വെച്ചിരുന്നത്. അങ്ങനെ ചെയ്യുന്നത് കേപ്പ് വെറുതെക്ക് ഡേഞ്ചറസ് ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിന്റെ രണ്ടാമത്തെ കാരണം. അത് അവരുടെ മെന്റാലിറ്റി തന്നെയാണ്. കാരണം നഷ്ടപ്പെടാനായിട്ട് അവർക്ക് ഒന്നുമില്ല. ഇതുവരെ എത്തിയത് തന്നെ ഭയങ്കര കാര്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏത് ഘട്ടത്തിൽ പോലും നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രഷറോ സ്ട്രെസ്സോ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതേസമയം സമനിലയാവുമ്പോഴും ഇവരുടെ ഡിഫൻസീവ് ലൈന് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴൊക്കെ അർജന്റീന പ്ലേയേഴ്സിന്റെ കയ്യിലുള്ള അവരുടെ മുഖത്തുള്ള ഫ്രസ്ട്രേഷനും പ്രഷറും സ്ട്രെസ്സും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അർജന്റീന അവരുടെ പ്ലേയിങ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് ഒരുപാട് തവണ പോസ്റ്റിലേക്ക് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് അവരുടെ ഗോൾ കീപ്പറുടെയും ഡിഫൻസീവ് ലൈനിന്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ മെച്ചം കൊണ്ടുമാണ് ഇതിന്റെ സ്കോർ 3-2 ഒതുക്കിയത്. ചുരുക്കം പറഞ്ഞാൽ വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകളെല്ലാം അടിപൊളിയാണ്. റൗണ്ട് ഓഫ് 32 കളിച്ചവര് ഒന്നുകൂടെ ഉഷാറാണ്. ഇനി റൗണ്ട് ഓഫ് 16 എന്തൊക്കെ വരാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.